ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്കിൻ ഗ്ലോയി ക്രീമുമായിട്ടാണ് വന്നേക്കുന്നത്. പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലോങ് ടൈം യൂസ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡിസ്കളറേഷൻ മാറാനും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പക്ഷേ ഓയിലി സ്കിന്നുകാരൊക്കെ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം. ചിലർക്ക് ബ്രേക്ക് ഔട്ട്സ് വരാം എന്ന് വെച്ചാൽ എല്ലാ ഓയിലി സ്കിന്നുകാർക്കും അങ്ങനെ വരുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി എന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് എടുത്താലും മതി. പാൽപ്പൊടി വേണമെന്നേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് വേണ്ടത്. നമ്മൾ തയ്യാറാക്കുന്ന ക്വാണ്ടിറ്റി 1 മന്തിനേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ട് ആര് ചെയ്താലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ആദ്യം തയ്യാറാക്കുക. ചിലർക്ക് സ്യൂട്ടാവണമെന്നില്ല. എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ രണ്ടാമത് ചേർത്തത് വിറ്റമിൻ ഇയുടെ ഓയിലാണ്. അപ്പം നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർ മാത്രം വിറ്റമിൻ ഇയുടെ ഓയിൽ എടുക്കുക. ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പാർക്കും പറ്റും. എന്നാൽ പോലും ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ അവർ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ക്വാണ്ടിറ്റി ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്ന വിറ്റമിൻ ഇയുടെ ഓയിൽ. നിങ്ങൾ എടുക്കുമ്പം 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ റോസ് വാട്ടർ എടുക്കുന്നവർ അതും 1 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബേസിന് വേണ്ടിയിട്ട് ഞാൻ അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട്. അപ്പോൾ അലോവേര ജെല്ല് സ്യൂട്ടബിൾ അല്ലാത്തൊരു കുക്കുംബർ ജെല്ല്, ഓറഞ്ച് ജെല്ല്, ഫ്ലാക്സീഡ് ജെല്ല്, ഹിബിസ്കസ് ജെല്ലൊക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇനി നീം ജെല്ലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നീം ജെല്ലിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് വരുമ്പോൾ തന്നെ ബ്രേക്ക് ഔട്ട്സ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് ഇട്ടതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ആ ഒരു പാൽപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്ത് ചേർത്തത് കൊണ്ട് തന്നെ ഇത് മെൽട്ടാവും. പാൽപ്പൊടി അലിയുന്ന ഒരു പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് ഭയങ്കരമായിട്ട് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരുന്നു കിട്ടണം. എന്നാൽ ഭയങ്കര ലൂസ് വാട്ടർ കൺസിസ്റ്റൻസി അല്ല, എന്നാൽ ഒരു ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി അല്ലാത്തൊരു ആ ഒരു ടൈപ്പ് ഓഫ് ആയിരിക്കും കിട്ടുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മെല്ല് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ആഗ്നയൊക്കെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോറി കേട്ടോ, എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടേ. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു 3-4 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ എടുക്കുന്നത് ആൽഫ്കുണ്ടാസിൻ്റെയാണ്. എൻ്റെ കയ്യിൽ കൂടുതൽ ഇവരുടെ പ്രൊഡക്ട്സുകളാണ് ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റുമാണ് ആ ഒരു പ്രൈസ് റേഞ്ചിന്. അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഷിയ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൈയും കാലും ഫേസൊക്കെ ഇങ്ങനെ മുരിഞ്ഞിട്ട് വരുന്ന സ്കിൻ ടൈപ്പാർക്കായിരിക്കും ഇത് കൂടുതൽ ബെറ്റർ ആവുക. അതുപോലെ തന്നെ ബോഡിയിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. സ്ട്രെച്ച് മാർക്ക് മാറാനും പിഗ്മെൻറ്റേഷന് കുറയ്ക്കാനും സ്കിൻ നന്നായിട്ട് ഇലാസ്റ്റിസിറ്റി കൊണ്ടുവരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഷിയ ബട്ടർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷിയ ബട്ടറിന് പകരം നിങ്ങൾക്ക് കോക്കോ ബട്ടറും ചേർക്കാം. ഈവൻ ഫേസിലേക്കാണെങ്കിൽ വാസലിൻ പറ്റില്ല, ബോഡിയിലേക്കാണ് തയ്യാറാക്കണമെങ്കിൽ വാസലിനും കൂടെ ചേർക്കാം. അപ്പോൾ അലോവേര മിക്സ് ആയിട്ടുള്ള വാസലിൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതല്ല നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും പെട്രോളിയം ചില്ലിയാണോ ഉള്ളതെങ്കിൽ അതായാലും മതിയാവും കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഷിയ ബട്ടർ അലിയണമെന്നുണ്ടെങ്കിൽ ഇത് മെൽറ്റ് ആവണം. പക്ഷേ നമുക്ക് ഈ ഒരു ക്രീം അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യാൻ പറ്റില്ല, മെൽറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മിക്സ് ചെയ്ത് വേണം ഇതിനെ നമ്മൾ ടൈം എടുത്ത് മിക്സ് ചെയ്ത് വേണം ഇതിനെ ആ ഒരു ഈക്വൽ അനുപാതത്തിലേക്ക് ഇതെല്ലാതും കൂടി കൊണ്ടുവരാൻ. ഇനി തന്നെ നമ്മൾ എത്ര തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒരു ചെറിയൊരു കട്ടകൾ പോലെ ഇതിൻ്റെ ഇടയിലുണ്ടാവും. കാരണം ഇത് ഷിയ ബട്ടർ ചേർത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എക്സ്ട്രീമായിട്ട് ഇങ്ങനെ മൊളിഞ്ഞളവുന്ന സ്കിൻ ടൈപ്പാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഷിയ ബട്ടർ. അതുപോലെ തന്നെ ഗ്ലിസറിനൊക്കെ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ്സൊക്കെ മാറ്റി മുരിഞ്ഞളവുന്ന സ്കിൻ ടൈപ്പാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലിസറിൻ റോസ് വാട്ടറും ഒക്കെ മിക്സ് ചെയ്ത് തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയും കൂടി ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നല്ല സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പ്ലമ്മി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഷിയ ബട്ടർ സൂട്ടബിൾ ആയിട്ടുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. ചിലർക്ക് പറ്റില്ല, ചിലർക്ക് ബ്രേക്ക് ഔട്ട്സ് വരും. കാരണം ഇതൊക്കെ
അതിൻ്റെ പേര് പോലെ തന്നെ ബട്ടർ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ചിലർക്ക് ഓയിൽ ഇങ്ങനെ അധികം ആകുമ്പോഴത്തേക്ക് ബ്രേക്ക് ഔട്ട്സ് വരും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം യൂസ് ചെയ്യേണ്ട, അല്ലാത്തവർക്ക് ആഡ് ചെയ്യാം. ഫേസിലേക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കാരണം ഇത് നമ്മളങ്ങനെ അധികം കെമിക്കൽ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നോർമൽ ടെമ്പറേച്ചറിൽ നമുക്കൊരു 30 ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ക്രീമുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആ കൂളിംഗ് എഫക്റ്റും കൂടെ കിട്ടും. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രീം നന്നായിട്ട് കട്ടിയാവും കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു ഷിയ ബട്ടറും കൂടെയൊക്കെ ചേർത്തതുകൊണ്ടും അതുപോലെ തന്നെ പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല തിക്കായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് എന്താ പറയുക തിക്കായിട്ട് കിട്ടും. അപ്പോൾ കയ്യിലിട്ട് വാം ചെയ്ത് വേണം നമ്മളിത് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും. പിന്നെ ഇനി ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിലെടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ബ്രേക്ക് ഔട്ട്സ് വരെ, എന്നാൽ ചിലർക്ക് ഒട്ടും തന്നെ വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കി നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ കണ്ടോ, നമുക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ച പോലെ നല്ല രീതിയിൽ മസാജിങ് കൊടുക്കുക. അപ്പോൾ സ്കിൻ നന്നായിട്ട് ലിഫ്റ്റ് ആവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും